എടാ വെള്ളം കൂടെ കയറി. ഹലോ ഗൈസ്, നമ്മൾ എല്ലാ സൺഡേ മോളിലും ബീച്ചിലൊക്കെ ആയിട്ടാണ് പോവാറ്. ഈ സൺഡേ നമുക്കൊരു വെറൈറ്റി ട്രിപ്പ് പിടിക്കും. ആക്ച്വലി ഞങ്ങളൊന്ന് സ്പൈഡർമാൻ കാണുമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ടിക്കറ്റ് കിട്ടാനില്ലാത്തത് കൊണ്ട് ഭയങ്കര ബുക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതെങ്കിലും ഒരു അടുത്തുള്ള സ്പോട്ടിൽ പോയിട്ട് ഒന്ന് വൈബാക്കാം. ആക്ച്വലി ഇതങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടൊന്നുമല്ല. നമ്മളെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയതായിരുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു സ്പോട്ടാണ്. അങ്ങനെ ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ച് കയറിയതാണ്. ഭയങ്കര ചളിയൊക്കെയാണ് അവിടെ. ഒരു പറമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ കയറിയിട്ട് വേണം പോവാൻ. കുറച്ചുള്ളിലോട്ട് നടക്കണം. ഒരു ഓക്കെ, ഫൈനലി നമ്മളെത്തി. സത്യം പറഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടമാണെന്ന് വിചാരിച്ചത്, പക്ഷേ സംഭവം പൊളിയാണ്. കണ്ട സമയത്ത് നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്കൊന്ന് വൈബാക്കാൻ പറ്റിയ സ്പേസാണ്. ആ വാഴത്തോട്ടമൊക്കെ കണ്ടാൽ വിചാരിക്കും ഇത്രയും ഒരു അടിപൊളി സ്ഥലം ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ ഉണ്ട് നമ്മൾ തോന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു വഴിയായിരുന്നു അത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അടിപൊളിയാണ്. സംഭവം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് താഴെ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടി വന്നു. അതിലെല്ലാവരും ആകെ പാനിക്കായി. കാരണം പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് ഫോഴ്സിലധികം വരുമ്പോൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ആകെ പേടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല, അപ്പം തന്നെ എസ്കേപ്പായി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് മഴയായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് അതിൻ്റെ ഫേസ് മാറുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.